കഥയുടെ പേര് കൾച്ചറൽ പ്ലൂറലിസം. കൾച്ചറൽ പ്ലൂറലിസം എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ആളുകൾ ചേരുമ്പോൾ, വിവാഹം കഴിച്ച് അങ്ങനെയെങ്കിലും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ഈ കൾച്ചറൽ പ്ലൂറലിസം എന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എറണാകുളത്തുകാരൻ, ജനിച്ചു വളർന്നതും എൻ്റെ സംസ്കാരം എറണാകുളത്തുള്ളതാണ്, എൻ്റെ ഭാഷ എറണാകുളമാണ്. പക്ഷേ എൻ്റെ ഭാര്യ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ ജീവിതചര്യകളും അവരുടെ ഭാഷയെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവർ നമ്മുടെ നെത്തി ഉപയോഗിക്കുന്ന വെട്ടുകത്തി, ആ വെട്ടുകത്തി അവിടെ എന്ന് വെച്ചാൽ അതിന് വെട്ടുകത്തി എന്നില്ല, അതിന് വേറെ പേരായിരിക്കും പറയുന്നത്. ഏണി എന്ന് വെച്ചാൽ അത് വേറെ സൈസും വ്യത്യാസം വരും. തേങ്ങ വെട്ടാനോ അല്ലെങ്കിൽ മരം വെട്ടാനോ ഉപയോഗിക്കുന്ന അതിൻ്റെ പുറകെ വശത്ത് ഇങ്ങനെ ഒരു ഹുക്കുണ്ടാവും. അത് ഇവിടെ കൊളുത്തിയിടും അല്ലെങ്കിൽ ഇവിടെ കൊളുത്തിയിടും. പക്ഷേ നമ്മുടെ എറണാകുളത്താണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലായിരിക്കും, ഇത് ഇവിടെ കൊളുത്തിയിട്ടേക്കും. മറ്റവർക്ക് അവർ ഇവിടെ ആയിരിക്കും കൊളുത്തുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടുകത്തിയതുപോലെ തന്നെ പിന്നെ ഏണി അങ്ങനെ തന്നെ നമ്മുടെ ഇവിടെയുള്ള മോളിൽ കയറാൻ തേങ്ങ പൊളിക്കാൻ പോണ ഒരു കമ്പാണ്, ഒരു വളക്കമ്പിൻ്റെ അകത്തുള്ള ആ കമ്പിൽ ചവിട്ടിയായിരിക്കും കയറുന്നത്. അവിടെ അങ്ങനെയല്ല, അവിടെ ഏണി തന്നെ കൂടുതലും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അവരുടെ പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്, ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ആ ഭാഷ മാറുന്നതനുസരിച്ച് സാധാരണ ഒരു 12 മൈൽ മാറുന്നതനുസരിച്ച് ഭാഷയും മാറും, സംസ്കാരവും മാറും. അപ്പോൾ ആ നമ്മുടെ സംസാരത്തിലുള്ള ടങ് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ടെല്ലാം മാറിപ്പോകും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നത് എൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്ന ശേഷം നമ്മുടെ വീട്ടിലെ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കൂടെ വന്നിങ്ങനെ റൗണ്ടിലിരിക്കും. എന്നിട്ട് അത് പണ്ട് കാലത്തൊക്കെ അവിടെ പലയുണ്ടാവും, ഇരിക്കാനുള്ള പലകയിൽ ചുറ്റും ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് കറികളൊക്കെ ഒരു പ്ലേറ്റിലേക്ക്, ഒന്നര പ്ലേറ്റിലായിരിക്കും. എല്ലാവരും കൈയിട്ട് ആ പ്ലേറ്റിൽ നിന്ന് തന്നെ കറികളൊക്കെ എടുത്ത് തിന്നും. ചോറ് മാത്രം പ്രത്യേകം ഉണ്ടാവും. ഒഴിക്കാനാണ് ഇതായി. പിന്നെ ഉപ്പാണെങ്കിൽ ഉപ്പ് കലക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കും. ആവശ്യമുള്ള ആളുകൾ കഞ്ഞിയെല്ലാം കുടിക്കുകയാണെങ്കിൽ ഉപ്പിട്ടോളണം, അല്ലാതെ ഉപ്പിട്ട് കൊണ്ടു തരില്ല. പക്ഷേ ഇവർ പിന്നെ ബാത്റൂമിൻ്റെ അകത്താണെങ്കിൽ ഒരു തോർത്തുണ്ടാകും. ആ ഒരു തോർത്ത് ഉപയോഗിച്ച് ഞങ്ങളെല്ലാം കയറി കുളിക്കും. പിന്നെ സോപ്പ് ഒരു സോപ്പുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ തോർത്ത് ഉപയോഗിച്ച് വരുമ്പോൾ അതങ്ങ് കറുത്ത് നാശമാവും. പക്ഷേ ഇവർ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ സെപ്പറേറ്റ് തോർത്ത് ഉപയോഗിക്കുന്നു, സെപ്പറേറ്റ് കുളിമുറിയിൽ ഉപയോഗിച്ചിരുന്നു, ഒരേ പാത്രത്തിൽ കൈയിട്ട് വരെ തിന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ വളരെ വൈകിയാണ് ഞാൻ ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായത്. പിന്നെ അവരെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലോട്ട് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് അത് ഇവിടെ നിൽക്കുന്നില്ല, വല്ലപ്പോഴും ഇവിടെ വീട്ടിൽ എറണാകുളത്തൊന്നും താമസിക്കുന്നത്. അവർ കോട്ടയം, ഞാൻ തിരുവനന്തപുരത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോൾ വല്ലപ്പോഴും വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഹാർമണി, അതായത് ഈ കൾച്ചറൽ പ്ലൂറലിസം എന്ന് വെച്ചാൽ രണ്ട് സംസ്കാരങ്ങളും തമ്മിൽ സിന്തസിസ് ചെയ്യുക, കൂട്ടിച്ചേർക്കുന്നതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഈ ആര്യന്മാർ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ ഇവിടെ ദ്രാവിഡ സംസ്കാരമാണ്. ആ ആര്യന്മാരുടെ സംസ്കാരം വേണ്ടി ഇഴുകിച്ചേരുമ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ തമ്മിലൊരു കമ്മിങ്കിളി, ഒരു കൂട്ടിച്ചേർത്ത പുതിയ സംസ്കാരം ഉണ്ടാവുകയാണ്. അതുപോലെ വ്യക്തികളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ, ഇപ്പോൾ ഈ സൗന്ദര്യലേഖനം പറയുന്നുണ്ട്, എവിടെ നിന്ന് വരുന്നൊരു പുരുഷനും എവിടെ നിന്ന് വരുന്ന സ്ത്രീയും രണ്ടും തമ്മിൽ സാംസ്കാരികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം വ്യത്യാസപ്പെട്ടതാണ്. പക്ഷെ അവർ കൂടി ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സിന്തസിസ് ഉണ്ടാകുന്നു. ആ സിന്തസിസിൽ നിന്ന് ഒരു പുതിയൊരു ദർശനം ഡെവലപ്പ് ചെയ്യണം. ആ ദർശനമാണ് നമ്മളിവിടെ സൗന്ദര്യലഹരി കാണുന്നത്. ഇപ്പോൾ ശിവൻ പാർവതിയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ആ പാർവതിയുടെ സൗന്ദര്യം, ശിവൻ്റെ കാഴ്ചപ്പാടിൽ പാർവതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സിന്തസിസ് ഉണ്ടാകുകയാണ്. ആ ഒരു ലയനം ഉണ്ടാകുന്ന, ആ ലയനത്തിൽ
ആ ദ്വൈതം മാറി അദ്വൈതമാകുക. അതേപോലെയാണ് ഈ കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങളെല്ലാം ഉന്മൂലനം ചെയ്ത് നല്ല വശങ്ങളിലോട്ട് പോകുന്നതിനാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. അത് സിന്തസിസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.